ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ സൂപ്പർ സാധനമാണ്. എരി വറക്കണം കേട്ടോ, എരി വറച്ചായിരിക്കണം കേട്ടോ, ഉള്ളിക്ക് എരിയുണ്ട്. അത് മൂക്കുന്നതിന് മുമ്പേ സവാളക്കകത്ത് തക്കാളി ഇടാനുള്ള കാര്യം നമുക്ക് അത് പറഞ്ഞോണ്ടാണ് വീഡിയോ കുളിക്കാൻ പോയപ്പോൾ ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞപ്പം ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി. അപ്പോൾ അത്യാവശ്യം മൂത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിളക്കാം. ഈ സാധനത്തിൻ്റെ പേര് ഒന്നും അറിയത്തില്ല, നമ്മുടെ നാട്ടിൽ തക്കാളി ചമ്മന്തി എന്നാണ് പറയുന്നത്. ഇതിനകത്തോട്ട് വേണമെങ്കിൽ കുറച്ച് ചിക്കനൊക്കെ പൊരിച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിക്കൻ്റെ റോസ്റ്റായി. മീനിൻ്റെ ഫ്രൈ ആക്കിയിട്ട് മീൻ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് പൊള്ളിച്ചെടുക്കുകയാണെങ്കിൽ അതിന് പറ്റിയ മസാലയായി. പിന്നെ മുട്ട പുഴുങ്ങിയതിട്ട് കഴിഞ്ഞാൽ മുട്ട റോസ്റ്റായി. അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സാധനം. നമ്മുടെ സാധനം അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന കിടിലൻ സാധനമാണ്. കുറച്ച് ഉപ്പൂടിട്ട് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇടുന്നുണ്ട്. സാധനം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് വെള്ളമോടെ ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വറ്റിച്ചാൽ മതി. വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുളപ്പനായിട്ട് കിട്ടും.
ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ സൂപ്പർ സാധനമാണ്.